ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 500 ഗ്രാം അളവിൽ നമ്മുടെ ഗോതമ്പാണ്, കുത്തിയ ഗോതമ്പാണ് കേട്ടോ. ഇത് നമ്മുടെ എല്ലാ കടയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗോതമ്പ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതിൽ നിന്ന് പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ടൊരു 2 മണിക്കൂർ സമയം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഗോതമ്പൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്തേക്ക് ഇതാ നന്നായിട്ട് തന്നെ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഇത് നമ്മുടെ കയ്യിൽ അലിഞ്ഞു വരുന്ന രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമ്മളിവിടെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവൻ ഗോതമ്പ് ഇതുപോലെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ്, 2ാം പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഏകദേശം 1.5 കപ്പ് അളവിലോളം വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഗോതമ്പ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വിസിലടുപ്പിച്ചെടുക്കുക. ഒരു 5-6 വിസിൽ അടിക്കണം കേട്ടോ. ആ ഒരു ടൈമിലേക്ക് ഞാനിത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 6 പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. നന്നായിട്ട് തന്നെ മെൽട്ടായി വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ആ ഒരു പാലൊക്കെ നന്നായിട്ട് ഇതിൽ നിന്ന് വറ്റി വന്നിട്ടുണ്ട്. ഗോതമ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത്രയേ വേണ്ടൂ, ഈ ഒരു വേവായാൽ മതി കേട്ടോ. അധികം വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയൊരു കുക്കർ ആയതുകൊണ്ടാണ് വലിയൊരു പാനിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ഞാൻ നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ മെൽട്ടാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചു കൊടുക്കുക. അടിയിൽ പുഴി മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല പോലെ ഒന്ന് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ നമ്മുടെ ഈ ഒരു ഗോതമ്പൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് തിളക്കുന്ന ടൈമിലേക്ക് നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1ാം പാലാണ് കേട്ടോ. ഏകദേശം ഒരു 2 തേങ്ങയുടെ പാലാണ്. അതിതാ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു പാലും അതുപോലെ നമ്മുടെ ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിളച്ച് മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് മെൽട്ടായി വരുന്ന ടൈമിലേക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ആണുള്ളത് അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. എത്രയാണുള്ള അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. നമുക്ക് ഈ ഒരു നട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. നമ്മുടെ ആ ഒരു തേങ്ങാക്കൊത്ത് പൊരിഞ്ഞ് വരുന്ന ടൈം പോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും ഇതിൽ നിന്ന് ഒന്ന് പൊരിഞ്ഞ് കിട്ടാനുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തേക്ക് ഒരു പിടി അളവിൽ മുന്തിരിങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഈ ഒരു കളറൊക്കെ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് ഇത് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം നട്ട്സൊക്കെ ചേർക്കുന്നോ അത്രത്തോളം നമ്മുടെ പായസം കുടിക്കുമ്പോൾ കടിക്കും നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറേ അധികം തന്നെ നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഒന്ന് തിളച്ച് വന്നാൽ മതി.
നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. പെട്ടെന്ന് നമുക്ക് വിരുന്നുകാരാണെങ്കിലും കുട്ടികളൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു പായസമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലുള്ള റെസിപ്പീസ് ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയാലും സ്നാക്സിൻ്റെ ഒക്കെ ആയാലും ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു നോക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.